ഹായ് ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ജർമ്മനിയിലെ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു സമ്പ്രദായം നിങ്ങളെ കാണിച്ചു തരാം. വേറൊന്നുമല്ല, ഒരു ബാർട്ടർ സിസ്റ്റം പോലെ എൻ്റെ കയ്യിലിരിക്കുന്ന സാധനം ഞാൻ അങ്ങോട്ട് കൊടുക്കുമ്പോൾ അവിടെ നിന്ന് എനിക്ക് ഇങ്ങോട്ട് ക്യാഷ് കിട്ടും. അപ്പം അതെന്താന്ന് ഒട്ടുമിക്കവർക്കും അറിയായിരിക്കും, പക്ഷെ അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ കാണിക്കുന്നത്. അപ്പം നമുക്കത് എന്തെന്ന് കാണിച്ചു കണ്ടേക്കാം. ഓക്കെ ഗൈസ്, ഞാൻ നേരത്തെ പറഞ്ഞ ബാർട്ടർ സിസ്റ്റം എന്ന് പറയുമ്പോൾ ഇതാണ്. നമ്മൾ വെള്ളം മേടിക്കുന്ന കുപ്പിയില്ലേ, അത് കുടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് 25 സെന്റ് കിട്ടും. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബാർട്ടർ സിസ്റ്റം. അതെങ്ങനെയാണ് നമുക്ക് ചെയ്യണമെന്ന് നോക്കാം. നോർമലി നമ്മൾ വെള്ളത്തിൻ്റെ കുപ്പി മേടിക്കുമ്പോൾ ഇങ്ങനെ കിട്ടും. അത് കഴിയുമ്പോൾ നമുക്കിത് കൊടുത്തിട്ട് ക്യാഷ് ആക്കാം. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ കുപ്പിയൊക്കെ എടുത്തിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കൊടുക്കാനായിട്ട് പോവാം. ഓക്കെ, ഞാൻ ലിഫ്റ്റ് വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. ലിഫ്റ്റ് വന്നു പറഞ്ഞാൽ നമുക്ക് പോവാം. അപ്പോൾ ഗൈസ്, നമ്മൾ സൂപ്പർ മാർക്കറ്റിലോട്ട് പോവുകയാണ്. ഇതാണ് സൂപ്പർ മാർക്കറ്റ്, നെറ്റോ എന്ന് പറയും. ഞാൻ ഇനി എൻ്റെ വീട് കാണിച്ചു തരാം. ഇവിടെയാണ് എൻ്റെ വീട്, ഫ്ലാറ്റ് ഉള്ളത്. കണ്ടോ, ഇവിടെ നിന്ന് ഇതാ ഇവിടെയാണ് നെറ്റോ. അപ്പം നമുക്കിത് കൊടുത്ത് ക്യാഷ് മേടിക്കാം. ഇതാണ് മെഷീന്. ഇവിടെ 2 മെഷീനുണ്ട് നമുക്ക്. അപ്പോൾ ഇത് കൊടുത്ത് നോക്കാം. ഇതെടുത്തു, നമ്മളിതാ ഇതിനകത്തോട്ടിട്ടു. രണ്ടാമത്തെ കുപ്പിയിട്ടു, മൂന്നിട്ടു, നാലിട്ടു, രണ്ടിട്ടു, ആറിട്ടു, ഏഴാമത്തിട്ടു, 9-ാമത്തിട്ടു, 10-ാമത്തേക്കു, 11-ാമത്തേക്കു. 11 കുപ്പി പോയപ്പോൾ നമുക്ക് €2.50 കിട്ടിയായിരുന്നു. അപ്പോൾ നമുക്ക് അത് പ്രിൻ്റ് ചെയ്യാം. കണ്ടോ, €2.50 കിട്ടി. അപ്പോൾ നമുക്കിത് കൊടുത്ത സാധനം മേടിക്കാം. ഓക്കെ, അങ്ങനെ ഗൈസ്, നമ്മൾ സംഭവങ്ങളെല്ലാം മേടിച്ചിട്ടുണ്ട്. പറഞ്ഞതുപോലെ €2.50 നമുക്ക് മേടിച്ച സാധനത്തിൽ നിന്ന് കുറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, നമുക്ക് ക്യാഷായിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ റെസിപ്റ്റ് നേരെ എന്താ പറയുക, നമ്മുടെ ഈ ക്യാഷ്യറിൻ്റെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ ക്യാഷായിട്ട് നമുക്ക് തിരിച്ചു തരും. ഇത് ഒരു ബാങ്കാണ്, സ്പാർക്കാസ് എന്ന് പറയും. നേരത്തെ പറഞ്ഞ പോലെ ഇതാണ് എൻ്റെ ഫ്ലാറ്റ്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിൽ പോവാം. ഗൈസ്, അങ്ങനെ ഞാൻ നമ്മുടെ കാലിക്കുപ്പി കൊടുത്ത് ക്യാഷാക്കി നമ്മൾ കുറച്ച് സാധനം മേടിച്ചു. അപ്പോൾ എന്തൊക്കെ സാധനം മേടിച്ചെന്ന് നമുക്ക് നോക്കാം, കാണിച്ചു തരാം. ഗൈസ്, അപ്പോൾ നമുക്ക് എന്തൊക്കെ ഞാൻ മേടിച്ചു എന്ന് കാണിച്ചു തരാം. മുട്ട മേടിച്ചിട്ടുണ്ട്, 18 മുട്ട മേടിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ എന്താ പറയുക, ലിൻ റേസറാണിത്. നമ്മുടെ തുണിയൊക്കെ വാഷിംഗ് മെഷീനൊക്കെ കഴുകി കഴിയുമ്പോൾ ഇങ്ങനെ പൊങ്ങിയിരിക്കില്ല, അതായത് ഇതുപോലെ പൊങ്ങി ഇരിക്കുമ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാവും. അങ്ങനെ 100% ഓക്കെ ആവില്ല, ഇതിൽ തന്നെ കാണിക്കുന്നില്ലേ, എങ്കിലും ഓക്കെ ആവും. അത് മേടിച്ചിട്ടുണ്ട് ഒരെണ്ണം. പിന്നെ തൈര് മേടിച്ചു. പിന്നെ പയർ മേടിച്ചു. നമ്മുടെ നാട്ടിലെ വൻപയർ പോലത്തെ അതാണെന്ന് തോന്നുന്നു, വൻപയറാന്ന് തോന്നുന്നു. അത് മേടിച്ചു. പിന്നെ ഒരു റോളോൺ മേടിച്ചു. പിന്നെ അടിച്ച് നനച്ച് കുളിക്കാനായിട്ട് ഒരു ഷാമ്പു മേടിച്ചു. പിന്നെന്താ, ഞാൻ ഒത്തിരി നാളായിട്ട് എന്താ പറയുക, സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്രാവശ്യം തൊട്ട് ഒലീവ് ഓയിലോട്ട് മാറാമെന്ന് കരുതി. നല്ല റേറ്റാണിത്. ഇവിടെ 1 ലിറ്ററിന് €11 സംതിങ് സെൻറ്റാണ്. അതായത് ഏകദേശം ഒരു ₹1000 അടുപ്പിച്ചാവുന്നുണ്ട്. മാത്രമല്ല, ഇത് ഞാൻ ലിഡിൽ നിന്ന് മേടിച്ചാണ്. നമ്മൾ പെനിയിൽ നിന്ന് മേടിച്ച് കാണിച്ചു തരാം. ഇന്നായിരുന്നു എൻ്റെ ഷോപ്പിംഗ് നടന്നത്, അതുകൊണ്ട് ഞാൻ സാധനങ്ങൾ മേടിച്ച് വയ്ക്കും. പിന്നെ ഇത് പതിയെ നമ്മൾ യൂസ് ചെയ്യും. ഞാൻ പെനിയിൽ നിന്ന് മേടിച്ചത് കാണിച്ചു തരാം. ഗൈസ്, ഞാൻ നെറ്റോന്ന് എന്തൊക്കെ മേടിച്ചിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. ഞാൻ നേരത്തെ പെനിന്നാണ് പറഞ്ഞത്, തെറ്റിപ്പോയതാ. നെറ്റോന്ന് മേടിച്ചത് കണ്ടോ, ഉള്ളി, സവാള മേടിച്ചിട്ടുണ്ട്, വെളുത്തുള്ളി മേടിച്ചിട്ടുണ്ട്, ഇഞ്ചി മേടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ചിക്കൻ മേടിച്ചു. ചിക്കൻ ഒരു 30% റബാറ്റ്, അതായത് ഓഫർ, ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു. മേ ബി ഡേറ്റ് 2 ദിവസം കൂടി ഉണ്ട്. നോർമലി നമ്മുടെ എക്സ്പയറി ഒക്കെ തീരാറാകുമ്പോഴാണ് അവർ ഇങ്ങനെ ഡിസ്കൗണ്ട് കൊടുക്കുക. മേ ബി ചിലപ്പോൾ ഒരു 24-ാം തീയതിയാണ് ഇത് വിൽക്കുന്നതെങ്കിൽ ചിലപ്പോൾ ഒരു 50% ഒക്കെ ഓഫർ ഡിസ്കൗണ്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് എക്സ്പയറി, നമ്മളെ നാട്ടിലൊക്കെ അമ്മ 1 കിലോ ചിക്കൻ മേടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരാഴ്ച വരെയൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തരും. അപ്പോൾ നമുക്ക് ഇതൊക്കെ എന്ത് ഡേറ്റാ അല്ല, എല്ലാവരും അത് സൂക്ഷിച്ച് കഴിക്കുക എന്ന് പറഞ്ഞ് നമുക്ക് ഫുഡ് പോയ്സൺ ഒന്നും അടിച്ചു വെക്കരുത്. പിന്നെ അത് കഴിഞ്ഞ് നമുക്കൊരു ഫ്ലോർ മാറ്റും കൂടി മേടിച്ചിട്ടുണ്ട്, ഒരു മാറ്റ്. എൻ്റെ ഇരുന്ന മാറ്റ് ഓൾറെഡി ഇത് കേടായി. അപ്പോൾ ഞാൻ ഒരെണ്ണം മേടിക്കണമെന്ന് വിചാരിച്ചിരുന്നു. ഇന്ന് പോയപ്പോൾ ഡിസ്കൗണ്ട് കണ്ടു. നമ്മളെല്ലാം ഡിസ്കൗണ്ടിൻ്റെ പരിപാടികളേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ അതും മേടിച്ചു.
അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഷോപ്പിങ്ങിൽ ഞാൻ മേടിച്ച സാധനങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചത്. അപ്പോൾ ഇന്ന് എൻ്റെ വൈഫ് വീഡിയോയിലില്ല. പൊതുവെ ഞാൻ 2 വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. 2ലും എൻ്റെ വൈഫ് ഉണ്ടായിരുന്നു. ഇന്ന് വൈഫിന് ഡ്യൂട്ടിക്ക് പോകണമായിരുന്നു. അതുകൊണ്ട് എന്താ പറ്റിയ നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല. അടുത്ത വട്ടം എന്തായാലും ഞാനും വൈഫും കൂടിയായിരിക്കും വീഡിയോയിൽ വരിക. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടാനായിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ എങ്കിലും ഓക്കെ ആണെന്ന് കരുതുന്നു വീഡിയോ. അപ്പോൾ ഓക്കെ, ബൈ.